നമസ്കാരം എല്ലാവർക്കും ഫിറോസ് ദാദു മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തമ്പിലേനും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് നമുക്ക് പുലികളെയും സിംഹത്തിനെയും അതുപോലെ തന്നെ പൂച്ചയെയും പാമ്പിനെയും ഒക്കെ ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കും ഒരു 3D എഫക്റ്റോട് കൂടി. ഇത് നമുക്കൊരു ആപ്ലിക്കേഷനിൽ ഒന്നും സഹായം ആവശ്യമില്ല. വളരെ ഈസിയായി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കൂട്ടുകാർക്കുമായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രിക്കായിരിക്കാം, പക്ഷേ അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടാകുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഇതുപോലെ നിങ്ങളുടെ കുട്ടികളെയൊക്കെ രസിപ്പിക്കുവാനും ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി പല ഉപ്പമാരും ഒക്കെ വീട്ടിലിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. കുട്ടികളെ രസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. എങ്ങനെയാ നമ്മൾ കൂലി അടിപൊളിയല്ലേ? സത്യമായിട്ടും അടിപൊളി. എവിടെ ഉള്ളത്? ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് നോക്കാം. അതിന് വളരെ ഈസിയാണ്. നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ബ്രൗസറിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സിംഹമാണോ അല്ലെങ്കിൽ ടൈഗറാണോ പൂച്ചയാണോ അല്ലെങ്കിൽ റാറ്റാണോ എലിയാണോ പാമ്പാണോ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ഏതൊക്കെ ഇതിൽ ലഭിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ ഒരു ടെക്സ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ആയിരിക്കും. ഇത് ഞാൻ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ബോക്സിലുണ്ടാവും. യൂട്യൂബിലാണെങ്കിൽ അതിൽ ടെക്സ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഡോഗാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിലുള്ള ഏതും സെർച്ച് ചെയ്യാം. ഏത് സെർച്ച് ചെയ്താൽ ആ ആനിമൽ അവിടെ മുന്നിലായിട്ട് നമ്മളെ മുറ്റത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഡോഗാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡോഗ് എന്ന് സെർച്ച് ചെയ്തു. ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ താഴത്തായിട്ട് ഫസ്റ്റിൽ ഇതിന് താഴത്തായിട്ട് വ്യൂ ഇൻ 3D എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ മേലെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിന് മേലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിക്കഴിയും. അവിടെ ലോഡ് ആകുന്നവരെ കൂട്ടുകാരും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ വ്യൂ യുവർ സ്പേസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഈ കാണുന്ന വ്യൂ യുവർ സ്പേസ് എന്നുള്ള ഭാഗത്ത് കൂടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ക്യാമറ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ നായി അവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് കൈ വിരൽ കൊണ്ട് വലുതാക്കുവാനും സൈഡിലേക്ക് നീക്കുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അവിടെ ഒന്നും കൂടെ ആയിട്ട് നേരെ തിരിഞ്ഞുകൊണ്ട് കുറക്കുന്ന രീതിയിലായി. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു താഴെ കാണുന്ന വൃത്തത്തിനുള്ള ലോങ് പ്രസ് നെക്കി കഴിഞ്ഞാൽ അത് വീഡിയോ ആയി മാറും. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ജസ്റ്റ് അതിന് മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഫോട്ടോ എടുക്കാനും സാധിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യമായത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ടാപ്പ് ചെയ്യുക. ഇത് നമുക്ക് എവിടേക്കാണോ മാറ്റേണ്ടത്, ഏത് പൊസിഷനിലേക്ക് വെക്കണം, ജസ്റ്റ് കൈ വിരൽ കൊണ്ട് ഇതുപോലെ ചെയ്താൽ മാത്രം മതി. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് അറിയുന്ന കൂട്ടുകാരുണ്ടാവും, അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.